ഓം ശാന്തി. എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഞാൻ തുടങ്ങാൻ ശ്രമിക്കുന്നത് മൂല്യാധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം ഇന്ന് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ആവശ്യമാണോ എന്നൊരു പുനർചിന്തനം നൽകാൻ നിങ്ങളെ ഏവരെയും പ്രേരിപ്പിക്കുന്നതാണ്. കാരണം മൂല്യങ്ങളാണ് ജീവിതത്തിനെ മഹാനമാക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും അംഗീകരിക്കുന്ന മൂല്യങ്ങളാണ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സാർവത്രികമായ മൂല്യങ്ങൾ. പക്ഷെ നമ്മൾക്ക് ജീവിക്കാൻ എന്ത് വേണം? അതായത് ഇപ്പൊ നമ്മൾ സാർവത്രികമായിട്ടുള്ള യൂണിവേഴ്സൽ വാല്യൂ അതാണ്. ആ വാല്യൂ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയാല് അതായത് മാനവിക മൂല്യങ്ങളും പ്രാപഞ്ചിക മൂല്യങ്ങളുമായിട്ട്, അതായത് മാനുഷിക മൂല്യങ്ങളായിട്ടും അഥവാ ടെമ്പറൽ വാല്യൂസ്, ഹ്യൂമൻ വാല്യൂസും ടെമ്പറൽ വാല്യൂസും സമയാനുസൃതമായി ഓരോരോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ യൂണിവേഴ്സൽ വാല്യൂ എപ്പോഴും എത്തിക്സ് നിറഞ്ഞതാണ്. എത്തിക്സ് ദൈവീകമായ ഒരു സ്പിരിച്വൽ ലെവല്, അതിന്റെ ഫിലോസഫി, അതിനാണ് എസ്തെറ്റിക്, മാത്തമാറ്റിക്കൽ, ഇതൊക്കെ യൂണിവേഴ്സൽ വാല്യൂവിന്റെ ഭാഗമാണ്. കാരണം നമ്മൾ ഇത്ര കലാത്മകമായിട്ട് ജീവിതത്തിനെ കൊണ്ട് നടന്നിരുന്ന ഒരു കലവറയുടെ സംസ്കൃതിയാണ് നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിലുള്ളത്. കാരണം നമുക്ക് പല ധർമ്മങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു 25 നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ഈ കാലഘട്ടത്തിൽ നോക്കിയാൽ അറിയാം, നമ്മുടെ മാനുഷിക മൂല്യങ്ങൾ ദുർബലതകളിലൂടെ ജീവിതം കൊണ്ടുപോയപ്പോഴാണ് പല ധർമ്മിഷ്ഠന്മാരും ഇസ്ലാം മതമായിട്ടും അത് ക്രൈസ്തവ മതമായിട്ടും ബുദ്ധമതമായിട്ടും ജൈന മതമായിട്ടും സിഖ് മതമായിട്ടും ഒക്കെ ഈ ധാർമ്മികരെല്ലാം, ഈ ധർമ്മിഷ്ഠരായിട്ടുള്ള ഇവരെല്ലാം നമ്മുടെ രംഗത്ത് എത്തിയത് ഈ 25 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം. അതായത് ഒരു 2500 വർഷത്തെ കാലഘട്ടത്തിലാണ് ഇത്രയും ഈ പ്രാലോഭം സംഭവിച്ചത് നമ്മുടെ മൂല്യങ്ങൾക്ക്. കാരണം യൂണിവേഴ്സൽ വാല്യൂസ് എല്ലാം നമ്മുടെ സ്വതന്ത്ര മനസ്ഥിതിയോട് കൂടിയിട്ട് ചിന്തിക്കുമ്പോൾ ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ട, അവരവർക്ക് താല്പര്യമുള്ള മൂല്യങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. കാരണം അതിൽ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും മാനുഷിക മൂല്യങ്ങളില് നമുക്ക് തുടച്ചു നീക്കാൻ പറ്റാത്ത ഒരു സംസ്കാര സമ്പന്നതയാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ വിവേകാനന്ദ സ്വാമി ഒരു വിദ്യാഭ്യാസത്തെ പറ്റി നിർവചിച്ച് കണ്ടു, ഒരു മനുഷ്യനെ പൂർണ്ണതയിൽ എത്തിക്കാനുള്ള ഒരു വിദ്യാഭ്യാസമായിരിക്കണം. കാരണം പൂർണ്ണത എന്നത് ഉദ്ദേശിച്ച് തന്നെ തന്റെ ഉള്ളിൽ ദിവ്യതകളെ വളർത്തിയിട്ട് ആ ദിവ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള ശീലങ്ങളും അതുപോലെ സംസ്കാരങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നാൽ അതിൽ കൂടെ ജനത്തിനും സ്വയത്തിനും സമൂഹത്തിനും ലോകത്തിനും നന്മയുള്ളൊരു ജീവിതമാവും. അങ്ങനെ നിറവിന്റെ കലവറയാവണം എന്നാണ്. എന്നാൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുമ്പോൾ എന്തായി, നമ്മൾ ഓരോരുത്തരും പ്രാവർത്തികമാക്കുമ്പോൾ ഓരോ വ്യവഹാരത്തിലും മൂല്യങ്ങളെ പറ്റി പറയുമ്പോൾ, മൂല്യങ്ങളുടെ വിദ്യാഭ്യാസത്തിന് പറയുമ്പോൾ നമ്മുടെ വ്യവഹാരത്തിന്റെ അടിത്തറ ഓരോരുത്തരുടെയും തത്വചിന്താഗതി, അതായത് നമ്മൾ ജീവിക്കുന്നതിനൊരു തത്വം ഉണ്ടാവും, ആ തത്വ ചിന്താഗതിക്ക് കൊണ്ടുപോകേണ്ടതാണ് മൂല്യങ്ങൾ. ആ മൂല്യ അധിഷ്ഠിത വിദ്യാഭ്യാസം ഇന്ന് നമ്മൾക്ക്, കാരണം നമ്മുടെ ഉള്ളിൽ എന്താ ഒരു സദാചാര ബോധത്തോട് കൂടിയിട്ടുള്ള ഒരു ജീവിത ശൈലിയെ വാർത്തെടുക്കാനുള്ള ഏറ്റവും ഗുണം നിറഞ്ഞ ഒരു രീതിയാണ് നമ്മുടെ ഉള്ളിൽ ആത്മീയതയുടെ വളർച്ച. ആത്മീയത മൂല്യങ്ങളോട് കൂടി. കാരണം യഥാർത്ഥത്തിൽ എല്ലാ യൂണിവേഴ്സൽ വാല്യൂസും ആത്മാവിൻ്റെതായിട്ടുള്ള ഗുണങ്ങളാണ്. കാരണം ഒരു ഗുണങ്ങളും ഒരാൾക്കും വ്യത്യസ്തമല്ല, യൂണിവേഴ്സലി ആക്സെപ്റ്റ്. കാരണം എല്ലാ ആത്മീയ ഗുണങ്ങളും ഒരേ തരത്തിലെ മൂല്യങ്ങൾ നിറഞ്ഞതാണ്. ആ യൂണിവേഴ്സൽ വാല്യൂസിന് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ കൾച്ചർ ഉണ്ടാക്കേണ്ടത്, നമ്മുടെ പൊളിറ്റിക്സ് ഉണ്ടാക്കേണ്ടത്, നമ്മുടെ റിലിജിയൻ ഉണ്ടാക്കേണ്ടത്. നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ നിയമങ്ങളും നമ്മൾ എന്തിരിക്കണം, ഹ്യൂമൻ വാല്യൂസ് നമുക്ക് സംസ്കാര സമ്പന്നത, യൂണിവേഴ്സൽ ആയിട്ടുള്ള സംസ്കാര സമ്പന്നതയാണ് നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മളെ
തത്വചിന്തക. നോക്കൂ, ഇപ്പൊ നമ്മളെ ഒരു തത്വചിന്തകമായിട്ടുള്ള ഒരു സംഹിതയാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ഒരു തത്വത്തിനെ ആചരിച്ചിട്ട്, കാരണം ഈ മാനവ സംസ്കാരത്തിൽ നമ്മൾ എന്തായി, ഭൗതിക ശാസ്ത്രത്തിന്റെ വളർച്ചയോട് കൂടിയിട്ട് നമ്മള് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഭൗതികമായ മൂല്യങ്ങൾക്കായി വില കൊടുക്കല്, ഭൗതികമായ കാര്യങ്ങളെ കണ്ണുകൊണ്ട് കാണുന്നതിലൊക്കെ നമ്മളത് ആസ്തി എന്ന് പറയും. ഇപ്പൊ തന്നെ നോക്കൂ, ഇതിന്റെ വാല്യൂ എന്താണ്? ഒരു സാധനത്തിനെ എടുത്തിട്ട് ഇതിന്റെ വാല്യൂ എന്താണെന്ന് ചോദിക്കുമ്പോൾ പൈസക്ക് കണക്കനുസരിച്ചിട്ടാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ വാല്യൂസ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൈസയുടെ കണക്കുകളാണ് പറയുക. എന്റെ കാറിന് ഇത്ര വാല്യൂ ഉണ്ട്, കോസ്റ്റ്, അത് ഉണ്ടാക്കിയതിന്റെ കോസ്റ്റും വാല്യൂവും തമ്മിൽ പോലും നമ്മൾക്ക് വ്യത്യാസം കണ്ടുപിടിക്കാൻ അറിയാത്തത്. കാരണം എനിക്ക് ആ കാറിന്റെ കോസ്റ്റ് പോട്ടെ, ആ കാർ എനിക്ക് വാങ്ങിയാൽ എനിക്ക് അതുകൊണ്ട് പ്രാവർത്തികമാക്കുമ്പോൾ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാവും, അത് അതിൽ മൂല്യങ്ങളുണ്ട്. പക്ഷെ ആ ഒരു സാധനത്തിന്റെ കോസ്റ്റ് പറയുമ്പോൾ അത് അല്ലെ 5 ലക്ഷത്തിന്റെ ആണെങ്കിൽ 5 ലക്ഷം എല്ലാവർക്കും. പക്ഷെ വെറുതെ മറ്റൊരാളെ കണ്ട് എന്റെ വീട്ടിലും ഒരു കാറ് വേണമെന്ന് വെച്ചിട്ട് ഉമ്മർക്ക് വാങ്ങിയിടാനാണെങ്കിൽ അത് എന്റെ ജീവിതത്തിന്റെ മൂല്യത്തിന് ആവശ്യമുള്ളതാണോ? അല്ല. എനിക്ക് അത്യാവശ്യമാണ് ഒരു കാറ്, ഞാൻ കാറിൽ യാത്ര ചെയ്ത് എനിക്ക് ദിവസവും ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ ആ കാറ് ഔചിത്യമാണ്. പക്ഷെ പല കാര്യങ്ങളും നമ്മൾ ഇപ്പൊ എന്താ ചെയ്തത്, ഈ ഭൗതിക മൂല്യങ്ങളിലേക്ക് മനുഷ്യന്റെ മനസ്സ് പോയപ്പോ തന്റെ ഇഷ്ടങ്ങൾക്ക് തന്റെ മൂല്യങ്ങളെ നമ്മളായി സംഭരിക്കാൻ സ്വതന്ത്രരായി മാറിയപ്പോ ഈ സ്വതന്ത്ര ഭൂമിയിലെ തന്നിഷ്ടം പോലെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ടെമ്പററി വാല്യൂസിന് കൂടുതൽ വില കൊടുത്തു. കാരണം നമ്മൾ തന്നെ ഒരു കാര്യത്തിൽ കൂടെ ഒരു കാര്യം ഇപ്പൊ തന്നെ ടെമ്പററി വാല്യൂ, ഒരു കാറ് വാങ്ങുമ്പോൾ നമുക്ക് ഉടനെ തന്നെ അത് വളരെ സന്തോഷമായി വരും. അത് എല്ലാ സ്ഥലത്തേക്കും പോകുമ്പോ കുടുംബസമേതം എല്ലാവർക്കും പോവാം. മറ്റ് എല്ലാ ബന്ധങ്ങളിൽ നിന്നൊക്കെ നമ്മളൊരു പുറത്ത്, അതായത് 2 വീലറിൽ പോണേക്കാട്ടിലും ഒരു അടച്ചുറപ്പുള്ള ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ട്. പക്ഷേ അതൊന്ന് മുട്ടുക ചെയ്താലോ അതിന്റെ വാല്യൂ മുഴുവൻ പോയി. അത് കാരണം നമുക്ക് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് അതിനെ ആലോചിക്കാൻ തുടങ്ങി. അപ്പൊ നോക്കൂ, ഒരിക്കലും ഒരു കാറ്, അതായത് ഭൗതികമായിട്ടുള്ള ഒന്നും നമുക്ക് നമ്മുടെ വാല്യൂസിനെ തരുന്നില്ല. ആ കാറ് ഉപയോഗിക്കുമ്പോഴും എന്റെ ഉള്ളിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള മൂല്യങ്ങൾ എന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ കാറിനെ കൃത്യമായി കൊണ്ടുപോവാൻ എനിക്ക് വേണ്ട അറിവുകൾ മുഴുവൻ സമ്പാദിക്കുകയും ആവശ്യത്തിന് അത് ഉപയോഗിക്കുകയും ആവശ്യമില്ലാത്ത സമയത്ത് അതിനെ അതിൻ്റെതായ പാലനകൾ കൊടുത്ത് നിർത്തും ചെയ്യും. പക്ഷെ എനിക്ക് കടമെടുത്തിട്ടും ഞാൻ ആ കാറിനെ വാങ്ങണോ? കടമെടുത്തിട്ടും എനിക്ക് വലിയ കൊട്ടാരം പോലെയുള്ള വീടിനെ ഞാൻ ഉണ്ടാക്കണോ? കാരണം കടം തനിക്കും മറ്റുള്ളവർക്കും ദുഃഖം നൽകുന്ന ഇന്നത്തെ നമ്മുടെ ജീവിത രീതിയിൽ എത്ര വേണമെങ്കിലും കടം കൊടുക്കാൻ. കാരണം പൈസ ഉണ്ട്, പൈസ സതു ഉപയോഗത്തിന് എങ്ങനെയാ ഉപയോഗിക്കുക എന്ന് അറിയാത്തവരൊക്കെ കടം കൊടുത്തുകൊണ്ടിരിക്കുക. ഈ കടം കൊടുക്കലും വാങ്ങലും എന്താ ചെയ്യാ, ഞാൻ കൊടുക്കുമ്പോ മറ്റൊരാൾക്ക് അത് ഉപയോഗത്തിന് പെടും. ആ ഉപയോഗം എന്തിനുള്ളതാണെന്ന് അറിഞ്ഞിട്ടാണ്. അപ്പൊ ഇവൻ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴും അർഹിക്കുന്നവരുടെ കയ്യിലേക്ക് അത് കൊടുത്താലെയാണ്, വ്യവഹാരം നടത്തിയാലെയാണ് അത് അവർക്ക് ഗുണം പിടിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു സാധനം കൊടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ശുഭചിന്തകളാവാം. പക്ഷെ ആ ചിന്ത മാത്രം പോരാ, അതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നറിഞ്ഞും കണ്ടും ചെയ്യുന്നതായിരുന്നു പണ്ട് പൈസ കൊണ്ട് ചെയ്യുന്ന കാരണവരറിയാതെ ആ വീട്ടിലത്തെ പൈസകൾ ആരും ഉപയോഗിച്ചിരുന്നില്ല. കാരണം അതെന്തിനാണ്, ക്രയവിക്രയത്തിലുള്ള ഒരു ഇക്കണോമി, മിതവ്യയം നമ്മളെ ആദ്യം മുതലേ പഠിപ്പിക്കും. എന്താവശ്യമാണ്, അത് എത്രത്തോളം ഉതകുന്നതാണ്, അത് നമ്മുടെ ഫിനാൻഷ്യൽ ബഡ്ജറ്റിന് പറ്റിയതാണോ എന്ന് നോക്കാതെ കണ്ട് നമ്മൾ ഒരിക്കലും അത് പ്രാവർത്തികമാക്കാൻ അംഗീകാരം കൊടുക്കില്ല. അന്ന് അനുസരണയുള്ള മക്കളും കുടുംബാംഗങ്ങളും ആവുകൊണ്ട് അവരെന്താണോ പറഞ്ഞത് അത് അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യും. പക്ഷെ ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എങ്ങനെയാ നോക്കൂ, അവർക്ക് എന്താണോ ആവശ്യമുണ്ട്, എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് ധാരാളമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പാത്രമാക്കി കൊടുക്കുന്നു. അഥവാ ധാരാളം ചെയ്ത് പഠിപ്പിച്ച ആ തന്റെ സഹപാഠികളുടെ അച്ഛനും അമ്മമാരും ചെയ്യുന്ന പോലെ തന്നെ എനിക്കും വേണമെന്നുള്ള ആഗ്രഹം എന്റെ മാതാപിതാക്കളോട് കുട്ടികൾ പറയുന്നു. ആ മാതാപിതാക്കൾ ആ കുട്ടിയുടെ ആവശ്യത്തിന് എന്താണോ എന്റെ മകന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട്
എവിടുന്നൊക്കെ കടം കിട്ടുമോ അതുപോലെയൊക്കെ ആ കുട്ടിക്ക് പലതും വാങ്ങി കൊടുക്കുകയാണ്. കാരണം അതിന്റെ ഒരിക്കലും മൂല്യത്തെ കുറിച്ച് ആ ഒരു വിവേചന ശക്തി എനിക്കും അവർക്കും വേണ്ടതാണോ, അത് എത്ര ഉപയോഗമുള്ളതാണോ, അതുകൊണ്ട് നാളേക്ക് എനിക്ക് എന്ത് ഉപകാരപ്രദമായിരിക്കണം, ഓരോ പൈസയും ഉപകാരപ്രദമായ കാര്യത്തിലേക്ക് ലോങ് ടേം ആയിട്ട് അതിന്റെ ലാഭം എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ കുട്ടികളെ മനസ്സിലാക്കി കൊടുത്ത് ആഗ്രഹങ്ങളുടെ പിന്നാലെ നമ്മൾ ഒരിക്കലും പോവരുത്, അർഹിക്കുന്നതിന്റെ പിന്നാലെ പോവണ്ടു. അത് മോന് ഒരിക്കലും അത്യാവശ്യമുള്ള ഒരു കാര്യമല്ല. കാരണം പറയലോ, ആവശ്യത്തിന് കൊടുത്ത് കാണുകൊണ്ടാണ് ഇന്ന് 10ഉം 21ഉം എത്ര പ്രായമായാലും രക്ഷിതാക്കള് തന്നാൽ മാത്രമേ കുട്ടികളുടെ കയ്യിൽ പൈസയുള്ളൂ. കുട്ടികൾ എങ്ങനെയാ ജീവിക്കുക എന്നറിയില്ല. കുറെ വിദ്യാഭ്യാസം അവരാവും. കാരണം എന്റെ മൂല്യങ്ങള് എനിക്ക് തന്നെ വളർന്ന് എനിക്ക് തന്നെ ഫലപ്രാപ്തി ഉണ്ടാക്കുമ്പോഴാണ് എന്റെ കർമ്മ നിയമപ്രകാരം എനിക്ക് അർഹിക്കുന്നത് കിട്ടൂ എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മള് എവിടെയും മനസ്സിലാക്കാറില്ല. അഥവാ ഇന്നൊരു രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ തന്നെ ഇന്നത്തെ സമൂഹത്തിന്റെ അന്തരീക്ഷത്തിൽ അത് കുട്ടികൾ പോലും അംഗീകരിക്കാതെ ദുഃഖത്തോടുകൂടി കുട്ടികൾ അച്ഛന്റെ അമ്മയുടെ വിട്ടുപോവുക. അല്ലവ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവർക്ക് സാധിച്ചു കൊടുക്കാഞ്ഞാൽ അത്രയും ദുർബല മനസ്സ്. കാരണം മനസ്സിന്റെ ശക്തി, വിവേചന ശക്തി തന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ട് അവരിന്ന് നമ്മൾ 2 വാക്ക് പറഞ്ഞ അവർക്ക് വേദനാജനകമാണെന്ന് നമുക്ക് എങ്ങനെയാ കാണിച്ചു തരും? ഞാൻ ചാവും, ഞാൻ നിങ്ങളുടെ മുന്നിൽ ജീവിക്കില്ല, ഞാൻ ഈ വീട് വിട്ടുപോകും. എത്ര കുട്ടികളാ സൂയിസൈഡ് ചെയ്തുകൊണ്ട് കാണിക്കുന്നത്? അതായത് അതില് നോക്കൂ, നമ്മുടെ മൂല്യശോഷണം തന്നെയാണ്. പിതാക്കളായാലും മാതാക്കളായാലും ഇത്ര മാർക്ക് കൊണ്ടുവന്ന് നീ പഠിക്കണം. ഈ മാർക്ക് ആ കുട്ടിക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ എത്ര ആവശ്യകത ഉള്ളതാണെന്ന് പോലും അറിയുന്നില്ല. കാരണം അവർക്ക് അത് കൊണ്ടുവന്നില്ലെങ്കിൽ ആ കുട്ടികളുടെ മേലെ അവരുടെ വിദ്വേഷമാണ് ആദ്യം കാണിക്കുന്നത്. കുട്ടികളെ ദേഷ്യപ്പെടുക ചെയ്യണം. ദേഷ്യം വരുമ്പോ ദേഷ്യത്തിനോട് കൂടി വിദ്വേഷമായി മാറും. വിവേകമില്ലാതെ കണ്ട് ദേഷ്യം നടത്തിക്കാലോ അവരെപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികള് ഓരോ സമയത്തും ദുർബലതകൾക്ക് അടിമകളാവും. തന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത രക്ഷിതാക്കളെന്ന് നമുക്ക് പേരുകുത്തും. അവരവരുടെ തന്നിഷ്ടം കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൂടെ പോകും. അങ്ങനെയല്ലേ എത്ര വലിയ അച്ഛനമ്മമാരുടെ പണസമ്പന്നരായ രക്ഷിതാക്കളുടെ മക്കള് പോലും ഇന്ന് മോശമായ കള്ളത്തരങ്ങൾ പോലും ഏത് തരത്തിലും തനിക്ക് ആവശ്യമുള്ള പൈസയെ സമ്പാദിക്കുക. തന്റെ വിശപ്പടക്കാൻ വേണ്ടിയിട്ടല്ല ആരും ചെയ്യുന്നത്. പക്ഷെ വിശപ്പടക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ അമ്മയും അച്ഛനും ചെയ്തു കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സമൂഹത്തില് അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെങ്കിലും അവരെ സഹായിക്കാൻ തീർച്ചയായിട്ടുണ്ടാവും. അതാണ് നമ്മൾ പറയാ ദൈവാധീനം. ഞാൻ സത്യസന്ധമായ മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതമാണ് സദാചാര ബോധത്തോട് ഞാൻ കൊണ്ടുപോണെങ്കിൽ അവിടെയാണ് ദൈവത്തിന്റെ പ്രത്യക്ഷത. ആ ശക്തി നമ്മളെ സഹായിക്കും. എപ്പോഴും പറയും, ഞാൻ അശരീരിയാണ്, എനിക്ക് ശരീരമില്ല, പക്ഷെ ഏതൊരു ശരീരത്തിനെ ഉപയോഗിച്ചിട്ടും ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. പക്ഷെ സദാചാര ബോധത്തോടു കൂടി ആ ആത്മീയ തത്വത്തിലൂടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയായാലും വഴിയിൽ എന്ത് പ്രശ്നം വന്നാലും അർഹിക്കുന്നത് തന്ന് സഹായിക്കാൻ ആരെങ്കിലും മുന്നിലെത്തും. അതാണ് സത്യത്തിൽ അർഹത. ഒരു സമയത്ത് നമുക്ക് നമ്മുടെ സമയത്തിന്റെ മൂല്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പൊ നോക്കൂ, നമ്മളൊരു യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ എന്റെ ഓഫീസ് കാര്യത്തിന് വേണ്ടി എന്റെ കൃത്യമായ 10 മണിക്ക് ഓഫീസിലെത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോ തന്നെ സമയം സ്വല്പം വൈകി. ഞാൻ റോഡിലേക്ക് കടന്ന് എനിക്ക് ബസ് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു മോട്ടോർ ബൈക്കിൽ വന്ന ഒരു സഹോദരൻ എന്ന് വീഴ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ സമയം ഓഫീസിലെത്താൻ സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതേ സമയത്ത് എന്താ ചെയ്യാ? പെട്ടെന്ന് ഞാൻ ബസ്സാ കാത്തു നിൽക്കണേ. പെട്ടെന്ന് കൈ കാട്ടി ഒരു ഓട്ടോറിക്ഷ അവിടെ നിന്നു. അതിലേക്ക് അദ്ദേഹത്തിനെ കയറ്റാൻ ഞാൻ ശ്രമിക്കുമ്പോഴേക്കും ആ ഓട്ടോക്കാരന് തൊട്ട് നിൽക്കുന്ന ആൾക്കാരും അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. ആ ഓട്ടോക്കാരനോട് ഞാൻ പറയാണ്, ഞാനും വരാം, ആ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കൂ. അത് തൊട്ടടുത്ത ഹോസ്പിറ്റൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണ്. എന്നിരുന്നാൽ പോലും, കാരണം ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഗവൺമെന്റ് ആശുപത്രിയോ
അതില് അയാളുടെ വീട്ടുകാരെ അറിയിക്കാൻ ഒന്നും അവിടെ സമയമില്ല. നമ്മൾ നേരെ ആ ഹോസ്പിറ്റലിൽ എത്തി. ഉടനെ തന്നെ പറയാണ്, നോക്കൂ ഞാൻ നിൽക്കുന്നതിന്റെ മുന്നിൽ ഇദ്ദേഹം വീണത് കണ്ടു. ഒരു ഓട്ടോക്കാരൻ എന്റെ പരിഭ്രമം കണ്ട് എന്റെ റിക്വസ്റ്റ് പ്രകാരം നിർത്തി ഇദ്ദേഹത്തിന് ഞാന് പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചതാണ്, വേണ്ടത് ചെയ്യണം എന്ന് പറയുമ്പോ ആ ഡോക്ടർക്കാവട്ടെ അവിടെ ചെന്ന് കൂടിയിട്ടുള്ള ഏത് ആരോഗ്യത്തിന്റെ സിസ്റ്റേഴ്സോ ആരൊക്കെയാണോ നഴ്സുമാർ എല്ലാവരുടെ ഉള്ളിൽ ഞാൻ കൊടുത്തത് എന്താ, സമയത്തിന്റെ മൂല്യതാബോധാ കൊടുത്തത്. ഉടനെ തന്നെ ആ ഡോക്ടർ വേണ്ട കാര്യങ്ങൾ ചെയ്യണു. അവരുടെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് അദ്ദേഹത്തിന് ബോധം വരുമ്പോ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആൾക്കാരുടെ നമ്പർ തരും, ഒക്കെ ചെയ്യും. പക്ഷെ ആ നൈമിഷികമായ സമയങ്ങളെ കൊണ്ട് എന്റെ ഒരു ഹാഫ് ഡേ ലീവ് എനിക്ക് പോയാലും അഥവാ വൈകിട്ട് ഞാൻ ഓഫീസിൽ എത്തിയിട്ടുള്ളൂ എങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്താൽ ഞാൻ കാരണം എത്ര ആൾക്കാരാണ് തന്റേതായിട്ടുള്ള കർമ്മത്തിന്റെ ഗുഹ്യമായ പ്രാപ്തികൾ നേടിയത്. കാരണം ഞാന് ആ ഓട്ടോക്കാരനും കൂടി ആയപ്പോഴേക്കും അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ എത്തിയപ്പോ എത്ര പേരാ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി ജീവിതത്തിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും അവരവരുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്തു. ഡോക്ടർക്ക് പൈസ വേണ്ട, കാരണം എന്റെ കൺസൾട്ടേഷൻ ഫീസ് ഇതിന് വേണ്ട എന്ന് പറയാനും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അദ്ദേഹം എത്രത്തോളം ധനവാനാണോ അദ്ദേഹത്തിന്റെ പ്രാപ്തിക്കനുസരിച്ച് അദ്ദേഹത്തിന് ജീവിതം തിരിച്ചു കിട്ടുമ്പോ അദ്ദേഹം എന്ത് കൊടുക്കാനും തയ്യാറാവും. അതിൽ ആദ്യം കൊണ്ടുവന്ന ആൾക്കാരെ ഒന്നും അദ്ദേഹത്തിന് ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷെ ആ ഹോസ്പിറ്റൽ അധികൃതരെ അവർക്ക് ഓർമ്മയുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിപ്പോ FIR പോലെയൊക്കെ എടുക്കുമ്പോ ആദ്യം ആരാണ് സത്യത്തിൽ അതിൽ ഇത്ര നന്മ FIR. ഞാൻ ആ അപകടത്തെ കണ്ടു എന്ന് പറഞ്ഞ എന്നോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഒരപകടമാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അവിടുന്ന് തെന്നി മാറുക ചെയ്തത്. ആ തെന്നി മാറാതെ നമ്മൾ ആ സമയത്തിനനുസരിച്ചിട്ട് ഒന്ന് ചെയ്താൽ, ഞാൻ കണ്ടു ഞാൻ ഇന്നതാണ് ചെയ്തത്, അഥവാ ഞാനൊരു 2 വീലറിൽ പോകുമ്പോഴാണ് ഒരു 2 വീലർ എങ്ങനെയോ വീണു, വേറൊരാളോ എന്തോ ആയിട്ടാണെങ്കിൽ കൂടി ഞാൻ നിർത്തിയിട്ടെങ്കിൽ എന്റെ വണ്ടി മുട്ടിയിട്ടാണോ അയാള് വീണ എന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ സത്യേന ചോദ്യങ്ങൾ വരും. ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ സത്യസന്ധമായിട്ടാ കൊടുക്കണമെങ്കിൽ നമ്മുടെ സത്യാവസ്ഥ അവർ തിരിച്ചറിയും ചെയ്യും. ഒരാളെ ജീവിതത്തിലേക്ക് കൊടുക്കും. ഇതാണ് സത്യത്തില് മൂല്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ ആ സമയത്തിൽ നിന്ന് നമുക്ക് അനേക പ്രാപ്തികളാ കിട്ടണ്ടേ. അഥവാ അതുപോലെ നോക്കൂ, നമ്മൾ വഴിവക്കിലൂടെ പോവുകയാണ്, വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു യാചകനെ പോലെ ആള് വീണ് കിടക്കുന്നു. എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഇതൊരു കള്ളുടിയൻ കിടക്കുന്നു. വീണ്ടും ഞാൻ നോക്കുമ്പോ അദ്ദേഹത്തിനെ കാണുമ്പോ കള്ളു കുടിച്ച പോലെ അല്ലല്ലോ. പെട്ടെന്ന് നമ്മൾ അവിടെ നിർത്തി അദ്ദേഹത്തിനെ ഒന്ന് സഹായിക്കാൻ ഒരു സഹായിക്കും ഓടി വന്നു മറ്റുള്ള, കാരണം മുന്നിൽ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ പിന്നിലേക്ക് ആളുകൾ ഓടി വരും. അദ്ദേഹത്തിന് തന്റെ കയ്യിലത്തെ പൈസ കൊടുത്തിട്ടാണെങ്കിലും ഒരു ചായയോ എന്തെങ്കിലും കൊടുത്ത് അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള ആ വിശപ്പ് അടക്കിയപ്പോ, ദാഹം അടക്കിയപ്പോ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നൊരു നിറവ് വരും, ഒരു സംതൃപ്തി വരും. ആ കൈകൾ കൂപ്പിയിട്ടോ കൂപ്പാതെ കണ്ണുകൾ പോലും അദ്ദേഹത്തിന്റെ സംസാരിക്കും, എന്നെ നിങ്ങൾ ആരാ രക്ഷിച്ചത്. സത്യത്തില് ആ നടന്നു പോകുമ്പോ അതിനെ ഞാൻ അവഗണിച്ച് പോവുകയാണെങ്കിലും എന്റെ പിന്നെ വന്ന് ഏതെങ്കിലും ഒരു സഹാനുഭൂതിയുള്ള അനുകമ്പയുള്ള ഒരാളത് ചെയ്തിരിക്കും. പക്ഷെ ഞാൻ എന്റെ കർമ്മത്തിന്റെ ഫലത്തിന്റെ പ്രാപ്തി എടുക്കണമെങ്കിൽ എനിക്കത് ചെയ്യാൻ തോന്നണം. ഞാൻ ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ മാത്രമേ എനിക്കതിന് പ്രാപ്തി കിട്ടൂ. അത് ഇവരാരും അല്ല തരുന്നത്, നമ്മളെല്ലാവരും മുകളിലേക്ക് ചൂണ്ടുന്ന ആ ദൈവികമായ ശക്തി ഞാൻ ചെയ്യുന്നത് സാക്ഷി സ്ഥിതിയിൽ കണ്ടുകൊണ്ടിരിക്കുക. ആരെന്ത് എന്നെ പറഞ്ഞാലും എന്ത് തരത്തില് പറഞ്ഞാലും ആ സത്യത്തെ തെളിയിക്കാൻ ആ ദൈവികമായ ശക്തിയുടെ ഫലം നമുക്കുണ്ടാവും. ദൈവം നേരിട്ടൊരിക്കലും വരാറില്ല. പക്ഷെ ആരെങ്കിലും എന്റെ സത്യാവസ്ഥ ബോധിപ്പിക്കാൻ വേണ്ടി, സത്യാവസ്ഥ തെളിയിപ്പിക്കാൻ വേണ്ടി പിന്നിൽ അണിനിരക്കും. അതാണ് മൂല്യത്തിലൂടെ, സദാചാര ബോധത്തിലൂടെ, ധാർമ്മികതയിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ എല്ലാം പ്രാപ്തികളാവും. ഓരോ സമയങ്ങളും പ്രാപ്തികളാവും. എനിക്ക് ഓർമ്മ വരികയാണ്, ഞാന് ESI കോർപ്പറേഷന്റെ കാസർഗോഡ് ബ്രാഞ്ചിൽ ജോലി ചെയ്യുണ്ടായി. കാസർഗോഡ് ബ്രാഞ്ചില് ജോലി ചെയ്യുന്ന സമയത്ത് 2000-ലാണ്. ആ കാലഘട്ടത്തിൽ ഞാൻ ആഴ്ചയില്
ഒരാഴ്ച 2 ആഴ്ച ജോലി ചെയ്താൽ പിന്നെ പാലക്കാട്ടേക്ക് ഒരു വരും. മദ്രാസ് 2 മൈലിലുള്ളൊരു യാത്ര. ആ ഒരു യാത്രയിൽ വരുന്ന സമയത്താണ് കടലുണ്ടി ട്രെയിൻ ആക്സിഡന്റില് ലേഡീസ് ബോഗിയിൽ ഞാനും പെടുന്നത്. ആ സമയത്ത് തന്നെ ട്രെയിനിന്റെ ആ ഒരു ശബ്ദത്തിലുള്ള വ്യത്യാസങ്ങൾ ഞങ്ങളൊക്കെ അറിഞ്ഞിരുന്നെങ്കിലും കോഴിക്കോട് വെച്ചാൽ അത് ശരിയാക്കപ്പെടും, ഇവിടെ ഒന്നും ഈ വഴിയില്ല, കാസർഗോഡ് ടു കോഴിക്കോട് വരെ അതിനൊന്നും സൗകര്യമില്ല, അവിടെ വെച്ചിട്ട് അത് നേരെയാക്കുന്നു പറഞ്ഞിട്ടും കോഴിക്കോട് എത്തിയപ്പോഴും അനേക യാത്രക്കാര് കേറിയിട്ട്, കാരണം പ്രത്യേകിച്ചും ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ലേഡീസ് ബോഗിയിൽ യാത്ര ചെയ്യാറില്ല, കാരണം എപ്പോഴും നമുക്ക് റിസർവേഷൻ ചെയ്യാൻ പറ്റാറില്ലല്ലോ. പക്ഷെ ആ കോഴിക്കോട് അങ്ങോട്ട് കഴിഞ്ഞു പോയി ആ കടലുണ്ടി പാലത്തില് കയറിയതും ആ പാലത്തുനിന്ന് ഒരു വലിയൊരു ശബ്ദത്തോട് കൂടിയിട്ട് ഞങ്ങളുടെ മുന്നിലുള്ളൊരു 4 ബോഗികള് പാലം പൊട്ടി താഴത്തേക്ക് നടന്നൊരു സംഭവമാണ്. അന്ന് താഴത്തേക്ക് വീഴുമ്പോ ഈ മുന്നിലുള്ള ബോഗിയുടെ ഏറ്റവും അവസാനത്തെ ബോഗിയായിട്ടുള്ള ആ ലേഡീസ് ബോഗി അതിന്റെ മുകളിലേക്ക് ചെരിഞ്ഞ് പോകുമ്പോ ഞങ്ങളും ഓരോ മുകളിലിരുന്ന ഞാൻ താഴത്തേക്ക് പട്ടോന്ന് വീണ് പോയി മറ്റുള്ളവരെ മാറ്റാൻ വേണ്ടി നോക്കുമ്പോ എന്റെ മേലെ എല്ലാവരും അടിഞ്ഞു കൂടുന്ന നോക്കുമ്പോഴാണ് വെള്ളം ആ ബോഗിയിൽ വെള്ളം കേറിക്കൊണ്ടേയിരിക്കുന്നു. ആ വെള്ളം കേറിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് തമ്മിൽ പറയാൻ തുടങ്ങി, ശ്വാസം കിട്ടണില്ല, മാറും. പക്ഷെ ഓരോരുത്തരും വന്ന് ചെരിഞ്ഞിട്ട് ഓരോരുത്തരും നമ്മുടെ മേലെ എങ്ങനെയാ മീനട്ടിയിരുന്ന അതേപോലെ വന്ന് നിറയുന്നതാണ്. ശ്വാസമല്ല, മുന്നിൽ നിൽക്കുന്ന ബോഗിയുടെ മുന്നിലുള്ളവർ എങ്ങനെയെങ്കിലും ചാടി രക്ഷപ്പെടൂ. നമ്മൾ വെള്ളത്തില് തീപ്പെട്ടിയുടെ ഉള്ളിൽ കോലുകൾ ഇട്ടിട്ട് വെള്ളത്തിലിട്ടാൽ നമ്മൾ എങ്ങനെയാവണം, നമുക്ക് ഇതിൽ കൂടി ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല. താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ വാതിലൂടെ പുറത്തേക്ക് പോകും. അപ്പോഴാണ് അവിടെ അടുത്ത പാലം പണിതുകൊണ്ടിരിക്കുന്ന ഖലാസി തൊഴിലാളികള് വലിയ തോണികളും കൊണ്ടുവന്ന് കരഞ്ഞട്ടഹസം. ഒരാൾ അച്ഛനെ അമ്മയെ വിളിച്ചിരുന്നില്ല, എല്ലാവരും അവരവരുടെ ദൈവത്തിനെയാണ് വിളിച്ചിരുന്നത്. ആ ഖലാസി തൊഴിലാളികൾ ഇങ്ങോട്ട് എത്തുന്നു. എത്തിയിട്ട് നമ്മളോട് കയറിട്ടിട്ട് മരക്കഷ്ണങ്ങൾ ഇട്ടിട്ടും ചാടിക്കോളൂ എന്ന് പറയുമ്പോ ഞാൻ അതിലുള്ളതിൽ കുറച്ചും കൂടി നമ്മളൊരു ഓഫീസ് ജോലിയുടെ ഒരു അന്തരീക്ഷത്തിൽ പറയും, നോക്കൂ നമ്മൾ വെള്ളത്തിൽ താണു പോവാണ്, മുങ്ങി പോവാണ്, നമ്മൾ മരിക്കാനാണ് പോണത്, നിങ്ങൾ ചാടൂ. ആ വാതിലിന്റെ അടുത്തുള്ള ഒരു ചാടുമ്പോഴാണ് ഇതിൽ നിന്ന് അനങ്ങാൻ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടും പറ്റാതെ ഭഗവാൻ എല്ലാ അമ്മമാരുടെയും എല്ലാ സ്ത്രീകളുടെയും ആ കരച്ചില് കേട്ടിട്ട് താഴെയുള്ള ബോഗിയുടെ മുന്നിൽ ഇങ്ങനെ വന്ന് തിരിഞ്ഞ് നിന്നതല്ലാതെ കണ്ട് അത് വെള്ളത്തിലേക്ക് അറ്റു വീണില്ല എന്ന് കണ്ടോടുകൂടി ആ ഖലാസി തൊഴിലാളികളുടെ ആ വഞ്ചിയല്ല ശരിക്കും തോണികൾ, മരത്തിന്റെ വലിയ തോണികൾ, അവര് പണിസാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള തോണികൾ വന്ന് പതുക്കെ ഒരു പലക ഇട്ട് വെച്ചിട്ട് ഓരോരുത്തരെയും, മിക്കവാറും അതില് ജോലിക്കാരായിട്ടുള്ള സ്ത്രീകളായിരുന്നു, ഓരോരുത്തരെ പറിച്ച് വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ച് പലർക്കും ഫിക്സ് വന്നിട്ട് പല പോലെയും ഞങ്ങളെ പല തോണികള് പിന്നെ വന്ന് നിന്നിട്ട് കരയ്ക്ക് ഏറെക്കുറെ ഇതുവരെയുള്ള വെള്ളത്തിലെത്തിയപ്പോ ഇനി നിങ്ങൾ നിൽക്കൂ, ഇനി നിങ്ങൾ പോകൂ, കരയിലേക്ക് നിങ്ങൾക്ക് ഇനി പോവാൻ പറ്റും, നിങ്ങൾ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോ സത്യത്തിൽ നോക്കൂ, നമ്മുടെ തുണികള് നമ്മുടെ മാലകള് എല്ലാം എവിടേക്കോ കിടക്കുന്നത് എല്ലാം അന്ന് ആ ഖലാസി തൊഴിലാളികളായിട്ടുള്ള ആ ജോലി ചെയ്യുന്ന പുരുഷന്മാര് നമ്മുടെ ശരീരത്തിലെ വസ്ത്രങ്ങൾ പോലും ശരിയാക്കി തന്ന്, തന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പോലും കയ്യിലുള്ളതിനെ, പക്ഷെ ഒരു ബാഗും നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കയ്യിലൊന്നുമില്ല, തുണി നമ്മുടെ ശരീരത്തിൽ തന്നെ ഒപ്പിച്ചു തന്ന് നമ്മളെ അങ്ങോട്ട് വിട്ട സമയത്ത് അവരുടെ പ്രവൃത്തി ഇന്നും ഞാൻ പറയും എനിക്കൊരു പുതുജന്മം കിട്ടിയതാ. നമ്മൾ പോകുമ്പോ പറയാ, ഓരോരുത്തരും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്റെ ബാഗില്ല, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്നൊക്കെ. പക്ഷെ സത്യത്തിൽ അദ്ദേഹം പറഞ്ഞു, അങ്ങോട്ട് നോക്കൂ, 4 ബോഗികൾ വെള്ളത്തിന്റെ ഉള്ളിലാ കിടക്കണത്, അത് വെട്ടിപ്പൊളിച്ചിട്ട് വേണം നിങ്ങൾ ആ കരയിലേക്കൊന്ന് നോക്കൂ. അപ്പൊ നോക്കൂ, കൈയില്ലാതെ കാലില്ലാതെ അവിടെ പലരും കിടക്കുന്ന, മീൻ പെടയണ പോലെ വിഷമിച്ച് ശ്വാസം കിട്ടാതെ കരയുന്ന പകുതി കഷ്ണങ്ങളായിട്ട് കിടക്കുന്നത് കണ്ടപ്പോ എത്ര വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് ആ രക്ഷപ്പെടുത്തിയത്. ഇന്നും ആ കണി കാണാൻ പോലും പിന്നീട് കിട്ടാത്ത ഖലാസി തൊഴിലാളികള്. നമ്മൾ നോക്കൂ, ഒരു അപകടം വരുമ്പോ മാന്യമായി 4 ബോഗിക്കും അപ്പുറമുള്ള ബോഗിയിൽ എല്ലാവരും പാന്റും ഷർട്ടും കോട്ടും ഇട്ടിട്ട് ഫോണും, കാരണം അവിടുത്തെ സിഗ്നൽസ് എല്ലാം പോയിരുന്നു, എന്നാലും ഏതോ ചില ഫോൺ സന്ദേശമാണ് റെയിൽവേയിലേക്കും പോലീസിലേക്കും KSRTCയിലേക്കും ഒക്കെ എത്തി. പല വാഹനങ്ങളും വന്ന് ഞങ്ങളെ സംരക്ഷിക്കാനും ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും കയറാൻ വേണ്ടി പറഞ്ഞപ്പോഴും ഞങ്ങൾ പറയൂ, താഴത്തേക്ക് പോകൂ, അവിടെ ഒരുപാട് വയ്യാത്തവരുണ്ട്, അവരെ പോയി സംരക്ഷിക്കൂ, ഞങ്ങളൊക്കെ ശരീരം കൊണ്ട്
ഓക്കെയാണ്. സത്യത്തിൽ ശരീരം ഒന്നിനും പറ്റാത്ത പോലെ ആയിരുന്നു, പക്ഷെ കൈയും കാലും ഒന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നടന്ന് നീങ്ങി നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് ഏതോ ഒരു ജീപ്പുകാരൻ അപകടത്തിൽ നിന്നാണോ കടലുണ്ടിന്നാണോ ആക്സിഡന്റ് പറ്റിയവരാണോ, കാരണം നമ്മൾ കോഴി കുളിച്ച പോലെയാണല്ലോ പോക്ക്, വേഗം കയറി. നമ്മൾക്ക് പാലക്കാട്ടൊക്കെയാണ്, പാലക്കാട് വണ്ടി വരുന്നതിന്റെ അടുത്തേക്ക് കൊടിയും വെച്ച് നടന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കും, നമ്മൾ പുരുഷന്മാരുടെ ശരീരത്തിന്റെ ഒരു ഭാഗം നമ്മുടെ ശരീരത്തിൽ കെട്ടുമ്പോൾ നമ്മൾക്ക് അമർഷം കാണിക്കുന്ന, അതാണ് അതില് ആത്മീയ പുരുഷനോ സ്ത്രീയൊന്നും ഇല്ല. ആവശ്യത്തിന് ഏറ്റവും അധികം സഹായം കൊണ്ട് മുന്നിലെത്തുന്നവര് അത്രയും ഭഗവാന്റെ സന്താനങ്ങളായിട്ടുള്ള, ഭഗവാന്റെ നേരിട്ട് കടാക്ഷവും ബ്ലെസ്സിങ്സും കിട്ടിക്കൊണ്ടാണ്. എന്റെ മനസ്സിൽ ഇപ്പോഴും എത്ര ബ്ലെസ്സിങ്സ് ആണ്. എന്നിട്ട് ആ ബസ്സിൽ കയറ്റിയിട്ട് ആ ബസ്സിന്ന് പെട്ടെന്ന് എല്ലാവരും എഴുന്നേറ്റ് നമുക്ക് സ്ഥലം തരണതും, ഈ ഒലവക്കോട് എത്തിയിട്ട് പൈസ വാങ്ങണില്ല, കണ്ടക്ടർക്ക് പൈസ വാങ്ങണമെന്നില്ല, കാരണം ശരിക്കും ഓർഡർ കിട്ടി വന്നൊരു വണ്ടി ആയിരുന്നില്ല, അതുകൊണ്ട് പൈസ അദ്ദേഹത്തിന് വാങ്ങണമായിരുന്നു. ആ പൈസ വാങ്ങാതെ ഒലവക്കോട് എത്തിയിട്ട് എന്റെ സ്വന്തക്കാർ വിളിച്ചു വരുമ്പോ ഞാനും എന്റെ വീട്ടിലേക്ക്, ആ ജീപ്പിലുള്ള ഒരാളാണ് എനിക്ക് ഫോൺ ചെയ്യാൻ വേണ്ടി തന്നത്. അദ്ദേഹം പറയുമ്പോ എന്റെ ഹസ്ബൻഡ് തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് കൈയുണ്ടോ കാലുണ്ടോ? കാരണം നോക്കൂ, ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടത് എനിക്ക് തന്നെ 2001 ജൂൺ 21 ഒക്കെ എനിക്ക് തോന്നുന്നു. ആ സമയത്ത് നടന്ന ആ കാലം ഞാൻ ഇന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത, എത്ര പേര് അതിന്റെ ഉള്ളിലുണ്ട്. ഇതാണ് ബ്ലെസ്സിങ്. ഞാൻ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ദൈവികമായ ബ്ലെസ്സിങ്സ് കിട്ടുന്നതാണ് നമ്മുടെ സദാചാര ബോധം. അത് ഒരിക്കലും ടെമ്പറലായി ഭൗതികമായിട്ടോ ഒരു മനുഷ്യന് വേണ്ടിയിട്ടോ ഒരു സമയത്തിന് വേണ്ടിയിട്ടോ മാറ്റി വെക്കാനുള്ളതല്ല. അത് നമ്മുടെ ഉള്ളിലത്തെ ആന്തരികമായ മനസ്സിന്റെ പ്രേരണകളാണ്. ഞാൻ പോണ ആ കലാസ്യ തൊഴിലാളി അവിടെ പലരും മാറി നിന്നിട്ട്, പലരും വഴികാട്ടികളായി നിന്നിട്ടും, പലരും പിന്നിൽ പ്രവർത്തിക്കുമ്പോഴും മുന്നിലിറങ്ങാൻ ഒരാളുണ്ടായിരുന്നു. ഇതാണ് ഈ ബോഗിയിലേക്ക്. അപ്പൊ അവരെന്നോട് ഞങ്ങളോട് പറഞ്ഞെന്തറിയോ, കരഞ്ഞലച്ച് നിൽക്കുന്ന നിങ്ങളെ ആദ്യം രക്ഷിക്കാൻ വന്നത് നിങ്ങളെ ജീവനോടുകൂടി രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ നിങ്ങളും ഈ ആൾക്കാരുടെ പ്രശ്നവും അതിൻ്റെതായിട്ടുള്ള കുലുക്കൊക്കെ കാരണം ഒരു പക്ഷെ നിങ്ങളും ആ വെള്ളത്തിൽ പോയ നടുവിലേക്കാണ് നിങ്ങൾ വീണത്. നിങ്ങളെ രക്ഷിക്കാൻ പറ്റുകയില്ല. എത്രയോ കുട്ടികളുടെ അമ്മമാരല്ലേ നിങ്ങള്. അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തിനെ രക്ഷിച്ചതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ അതുപോലെയാണ് നമ്മളുടെ, നോക്കൂ, ഇതെല്ലാമാണ്. ഇതിൽ ആത്മീയതയുണ്ടോ? സത്യമായിട്ടോ. അപ്പോഴാണ് ജ്ഞാനം ആത്മാവും ഒരു ചൈതന്യം നമ്മുടെ ഉള്ളിൽ നിന്ന് പോയും വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയൊരു എക്സസൈസ്. കാരണം ഞാൻ മരിച്ചു എന്ന് തോന്നും, ഞാൻ ജീവിച്ചു എന്ന് വരും. കാരണം ശരീരത്തിലേക്ക് വന്നും പോയി കൊണ്ടിരിക്കുന്ന ഒരു ചൈതന്യത്തെ ഞാൻ അന്ന് ആ സമയത്ത് സത്യത്തിൽ കണ്ടതാണ്. ഇത് നോക്കൂ, ഇതാണ് ധാർമ്മികമായ ജീവിത രീതിയിലേക്ക് എന്നെ വഴി തെളിയിച്ചത് എന്ന് എനിക്ക് തോന്നും. കാരണം നമ്മുടെ ഉള്ളിലെ ധാർമ്മികത നമ്മൾ ഉണർന്നിട്ടില്ലെങ്കിൽ, അനേകർക്ക് നമ്മുടെ ഗുണങ്ങൾ സേവനമായി കൊടുത്തിട്ടില്ലെങ്കിൽ, സേവന മനസ്ഥിതിക്ക് ഞാൻ ഒന്നും വാങ്ങാതെ ഞാൻ എന്ത് സേവനം ചെയ്താലും ഈശ്വര സങ്കല്പത്തിൽ എനിക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടും. ആർക്കതിന് പ്രതിഫലം കിട്ടണോ അല്ല, ആർക്കാണോ അത് കിട്ടിയത് അവരിൽ നിന്ന് നമ്മൾ പ്രതിഫലം ഒന്നും ഇച്ഛിക്കുന്നവർ, പക്ഷെ അവർക്ക് അതിന്റെ ആ വാല്യൂ ചിലപ്പോൾ തിരിച്ചറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരുപാട് ജീവിത അന്തരീക്ഷങ്ങൾ നമ്മൾക്ക് ഉണ്ടാവും. ആ ജീവിത അന്തരീക്ഷത്തിലൊക്കെ നമ്മുടെ കൃത്യമായ കാര്യനിർവഹണം നമ്മളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു തിരിച്ചറിവ് വേണം. കാരണം അമ്പലത്തിൽ പോകുന്നവര് മാത്രം ആത്മീയതയുള്ളവരെന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം എന്റെ ആത്മതത്വത്തിൽ ഞാൻ ഉറച്ചിരുന്ന, എന്റെ മൂല്യങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുന്ന ഒരാള് ഏത് സമയവും മൂല്യവത്താക്കും. അതാണ് മൂല്യം. കാരണം പറയാനുള്ളതല്ല, പ്രവർത്തിക്കാനും അനുഭവ സമ്പന്നമാക്കാനും നമ്മുടെ സംസ്കാരത്തില് ഒരാള് കാരണം അനേകരുടെ മനസ്സിലേക്ക് ആ സംസ്കാരത്തെ പരിവർത്തനപ്പെടുത്താനും കഴിയുന്നതാവണം ആത്മീയത. അതാണ് നമ്മുടെ മൂല്യം. അതാണ് നമ്മളെ ധനവാനാക്കുന്നത്. ഈ പുണ്യത്തിന്റെ ശേഖരണമാണ് നമ്മുടെ മൂല്യം. അതാണ് നമ്മുടെ വാല്യൂ. ആ വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ ഈശ്വരാധീനം വേണം. അപ്പൊ സർവർക്കും ഇന്നത്തെ ദിവസം ഈശ്വരന്റെ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എങ്ങനെ, ആ ദിവ്യമായ അനുഭവം ഏവർക്കും ഉണ്ടാവട്ടെ. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. നമസ്കാരം.